ഇവര് എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ലൈഫിൽ രാവിലെ ഞാൻ ഉറക്കണീറ്റ് വരുമ്പോൾ എനിക്ക് കൃത്യമായി ചായ ലഭിക്കുന്നുണ്ട്, ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്കാർക്കും അറിയാത്തൊരു കാര്യം പറയാം, ആര്യ ഈസ് ആൻ അമേസിംഗ് കുക്ക്. അവളുടെ ഒരു ഹിഡൻ ടാലന്റ് ആണ്. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാകും. ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ പണ്ട് ഞാൻ സൽമാൻ ഖാൻ ആയിരുന്നില്ല. പണ്ട് എനിക്ക് ആര്യക്ക് സിബിൻ ഉണ്ടാക്കി തരാറുണ്ടോ എന്തെങ്കിലും? പിന്നെ ചൂടുവെള്ളം പോലും ഓണപ്പോ അത് കെറ്റിലാണ് ബേബി. അത് സ്വിച്ച് ഇട്ടാ തിളക്കി. ബേബി എന്നാണ് വിളിക്കുന്നത്. ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും ബേബി. എല്ലാരും അങ്ങനെയല്ലടാ, അങ്ങനെയൊക്കെ തന്നെയല്ലേ. നിങ്ങൾ കുറച്ചും കൂടി റൊമാൻറ്റിക് ആണെന്ന് തോന്നാറുണ്ടോ? കുറച്ചും കൂടി റൊമാൻറ്റിക് ആണ്. അവിടെ ക്യാമറ വെക്കാൻ പറ്റില്ല. അല്ല, ഞങ്ങൾ നിങ്ങളുടെ ഒരു ഇത് കാണുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ഒരു ഹാപ്പി അല്ലേ, ഒരു ജനങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അറിയുന്നതാണ്. അല്ല, അങ്ങനെ പറയല്ല. ഒരു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ നീ ഈ ഇവന്റ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്ന എന്റെ ജീവിതത്തിൽ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്താണ് നമ്മുടെ കംഫർട്ടബിൾ സ്പേസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഐഡന്റിഫൈ ചെയ്തപ്പോ അയാളോട് ചോദിച്ചു, ജീവിതം മുഴുവൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ താല്പര്യമുണ്ട്. യെസ് ഓഫ് കോഴ്സ്. അങ്ങനെയാ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹാപ്പി. ഇല്ല, ഞങ്ങൾ തല്ലിവിടാറൊന്നുമല്ല, ഞങ്ങൾ സൂപ്പറായിട്ട് തല്ലിവിടുന്ന ആൾക്കാരാണ്. പക്ഷെ അപ്പൊ റെഡിയോ 10 മിനിറ്റ് അത്ര. എന്തായാലും സിബിൻ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഒരു നെക്സ്റ്റ് കരിയർ ചേഞ്ച് വരുന്നുണ്ട്. അതെ, അബിയുടെ കൈ പിടിച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കരിയർ ചേഞ്ച് രണ്ടുപേർക്കും വരുന്നുണ്ട്. പിന്നെ ചക്കരെ കെട്ടിക്കണം. അതെ, അടുത്ത അഭിഷേകിന്റെ കല്യാണമാണ്. കല്യാണം കഴിച്ച ഒരു മാർക്കറ്റ് ഇടിയും. അതിൽ ആര് പറഞ്ഞു കല്യാണം കോംബോയ്ക്കാ മാർക്കറ്റ്? എല്ലാം അറിയാം. പക്ഷെ നമ്മൾ ഒരാളുടെ കൂടെ കോംബോ പിടിക്കണ്ട, പല പല കോംബോകൾ ചെയ്തോണ്ടിരിക്കണം. വീഡിയോ ആയിട്ട് പുറത്തു വരുന്നില്ല. ഇവൻ നാട്ടുകാരെ പറ്റിക്കും. നമ്മള് ഇതാണ് അബിയുടെ ഗേൾഫ്രണ്ട്, അതാണ് അബിയുടെ ഗേൾഫ്രണ്ട്. കുറച്ചാള് നന്ദനയുടെ തലയിലായിരുന്നു. ഇപ്പൊ നന്ദന അവളുടെ ഗേൾഫ്രണ്ടിനെ വെളിയിൽ കാണിച്ചു, ബോയ് ഫ്രണ്ട് വെളി കാണിച്ചതുകൊണ്ട് അത് തീർന്നു. അടുത്ത ആളെ പിടിപ്പിക്കും നമ്മൾ. എല്ലാരും പോയി. ഇവൻ ബിഗ് ബോസിൽ ഒരാളെ കയറ്റി വിട്ടിട്ടുണ്ട്. രണ്ടുപേര് കയറിയിട്ടുണ്ട്. അതിലിപ്പോ ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പ്രേക്ഷകർക്ക് വിടുകയാണ്. അനുമോളാരിയെ പറയുന്നത്. അനുമോളല്ലാണ്ട് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞപ്പോ ഒരു സൈഡിൽ അനുമോളും ഒരു സൈഡിൽ ലക്ഷ്മി രണ്ടുപേരും എന്നെ കൊട്ടിട്ടത് ഒരു കാര്യമില്ലാതെ അവർക്ക് മനസ്സിലായില്ലത്. ഇങ്ങനെ ഈ ലക്ഷ്മിക്ക് അറിയോ അനുമോള് കയറി വിട്ടത്? അല്ല, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ആണെന്ന് അറിയാം. അവർക്ക് തമ്മിൽ പരിചയമില്ലായിരുന്നു. അവരെ ചോദിച്ചേ. പക്ഷെ രണ്ടുപേർക്കും പേരുകൾ തമ്മിൽ അറിയാം. അവിടെ ചെല്ലുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ, ഇവൻ ഇപ്പൊ ഏതാണ്ട് മിക്കവാറും നമ്മുടെ ഫ്ലാറ്റിൽ അടങ്ങും. അതുകൊണ്ട് ഇവന്റെ രഹസ്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ അറിയാമല്ലോ. ഇവൻ എവിടെയാണ് താമസിക്കുന്നത്, ഇവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നതോ. ഇത് മെന്റെ കാര്യങ്ങള്. അതെ, എങ്ങനെയുണ്ട് ഇനിയിപ്പോ ഉള്ള ലൈഫ് എങ്ങനെയായിരിക്കും? അതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ വല്ല ദൈവം വിളിച്ചു. ജോത്സ്യത്തിന് പോകത്തില്ലയോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം ആര്യന്റെ ഇഷ്ടങ്ങൾ തന്നെയാണോ സിബിന്റെ ഇഷ്ടങ്ങള്? അതിപ്പോ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ രണ്ടുപേർക്ക് രണ്ട് ഇഷ്ടങ്ങളാണ്. പക്ഷെ ഞങ്ങൾ അത് ഒരുമിച്ച് എത്തുമ്പോ ആരെങ്കിലും ഇഷ്ടം സാക്രിഫൈസ്. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിട്ടില്ലേ ഈ ഒരു ജോലിയൊക്കെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ജോലി വർത്താനം പറഞ്ഞ ഒരു വഴിയേ ചായ കുടിച്ചോണ്ട് ഇവരെ ടെറസ് ഇരിക്കാൻ നല്ല രസമാണ്. ബാൽക്കണിയടാ. ഒരു കാര്യം ചോദിച്ചോളൂ, നിങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണോ? അസൂയ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന് അവർക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ കുറെ ഫ്രസ്ട്രേറ്റഡ് കമന്റ്സ് കുറെ കാണുന്നുണ്ട്. അത് എന്ത് വികാരത്തിന്റെ പുറത്താണ് കമന്റ്സ് ഒരു പറ്റം ആൾക്കാർ ചേർന്നിടന്നാണെന്ന് എനിക്കേതാണ്ട് തോന്നുന്നുണ്ടല്ലേ? എന്തോ അല്ല, നമുക്ക് അറിയില്ല. കുറെ ഫ്രസ്ട്രേറ്റഡ് കമന്റ്സ് വരുന്നുണ്ട്. പിന്നെ കുറെ പേര് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വലയത്തിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. അതില് കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവര് പറയട്ടെ. നമ്മൾ പ്രതികരിക്കാതിരുന്നാ മതിയല്ലോ. ഒറ്റ കാര്യം പറയാം, അബി നിങ്ങൾക്കറിയാലോ,
അഭി നല്ല പയ്യനല്ലേ? അഭിന് ഞങ്ങൾക്ക് അറിയില്ല, അഭി നല്ല പയ്യനല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നത്ര ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അഭിക്ക് എന്നെ അറിയാലോ. അഭിക്ക് ഞാൻ നല്ല പയ്യനല്ലടാ. അല്ല ഞാൻ അതാ ബേസിക്കലി പറഞ്ഞു തന്നത്, അറിയാവുന്നവർക്ക് അറിയാം. അറിയാവുന്നവർക്ക് ഞങ്ങൾ എന്താണെന്നുള്ളത് അറിയാം, എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. പിന്നെ ഞങ്ങൾ അറിയാത്തവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കമന്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ അവനോട് ചോദിക്കട്ടെ, നിനക്ക് എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം? ഇങ്ങനെ തോന്നുന്നു. ഇപ്പൊ അവൻ ചോദിച്ച ചോദ്യമില്ലേ, നിങ്ങളെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടോ എന്ന് നീ ചോദിച്ചിട്ട്, നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്താ? വായിക്കുമ്പോ അവന് അങ്ങനെ തോന്നിയില്ല? അതൊരു പ്ലാന്റ് പരിപാടിയാണ് നിനക്ക് തോന്നിയോ? ഉണ്ട്. കാരണം വെച്ചാല് നമ്മള് ഇപ്പോ നമ്മളുടെ ലൈഫില് നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മള് ആലോചിക്കുക. നമ്മളെ ഹാപ്പി ആയിട്ട് ഒരാളെ കണ്ടെത്തിയിട്ടും പോലും ഇപ്പോഴും ഹെയ്റ്റ് ആയിട്ട് നടത്തുമ്പോൾ ഉള്ളൊരു കാര്യമുണ്ടല്ലോ. അല്ല അതാ ഞാൻ പറയാം, അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വലയത്തിൽ കുറെ പേര് പെട്ടിട്ടുണ്ട്. കുറെ പേര് അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ സത്യസന്ധമായിട്ട്. പക്ഷെ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ തിരുത്താൻ ഞങ്ങൾ ഇനി മെനക്കെടാൻ മുതിരുന്നില്ല. സമയം അതെ, എക്സാക്ട്ലി, അതാണ് പോയിന്റ്. അതിനൊക്കെ സമയം കിട്ടാന്ന് പറഞ്ഞു. അതെ, അതങ്ങനെ തന്നെ പൊക്കോട്ടെ. ഓക്കെ. ഇപ്പൊ ഇന്ന് കൊച്ചിയിലെ ആദ്യത്തെ പരിപാടി ആയിരുന്നല്ലേ? അവസാനത്തെ പരിപാടി വിളിച്ച എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും വന്നായിരുന്നോ? ഇല്ല, എല്ലാരും വന്നിട്ടില്ല. കുറെ പേർക്ക് തിരക്ക്, ബുദ്ധിമുട്ട്, പിന്നെ ഈ ഓണം ടൈം ആയതുകൊണ്ട് ഇപ്പൊ കുറെ ഷോസ് നടക്കുന്ന സമയമാണല്ലോ. അപ്പൊ പകുതി മുക്കാൽ ഞങ്ങളുടെ സുഹൃത്തുക്കളും പല പല ഷോസിന് വേണ്ടിയിട്ട് ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങളും ഇപ്പൊ ഈ 2 ദിവസം മുമ്പ്? അതെ, ഞങ്ങളും 2 ദിവസം മുന്നേ വരെയും പരിപാടിയിലായിരുന്നു. അതും ഒരു പ്രശ്നമായിരുന്നു ആക്ച്വലി. നമ്മൾ ഈ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ടേ ഇപ്പൊ ഈ അഭി പറഞ്ഞിരുന്ന അഭി ഇന്ന് മിക്കവാറും എത്തില്ല എന്നാണ്. പക്ഷെ അഭി വരണൂന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, അതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു അഭിനെ. അഭി ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പേർക്ക് ഓണം ഷോ കാണും. അങ്ങനെ തിരക്കിലുള്ള കുറെ പേര് വന്നിട്ടില്ല. എല്ലാരും അറിയിച്ചിട്ടുണ്ട്, എത്താൻ പാടുള്ളവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. വി ആർ വെരി എങ്ങനെയാ ഹാപ്പി? മോളുടെ സംസാരം ഇതുവരെ കേട്ടില്ല ഞങ്ങൾ. എന്തെങ്കിലും ഒന്ന് പറയാം. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഹാപ്പി ആയിട്ട് ആളെ കണ്ടിട്ടില്ല മുന്നേ. അത് നിങ്ങൾ മറ്റേ ഫംഗ്ഷൻസ് വരാത്ത ഞങ്ങളാ വിളിച്ചില്ലല്ലോ. പാട്ട് ആഘോഷമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തത്. കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയിട്ടുള്ള പരിപാടിയിൽ വന്നവർക്ക് കുറെ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി. ചിലവര് കരഞ്ഞെന്നൊക്കെ പറഞ്ഞു ഞങ്ങളത്. ഞങ്ങളോട് പറഞ്ഞു, സായൊക്കെ പറഞ്ഞു ഞങ്ങള് കരയായിരുന്നു. ഹാർട്ട് ടച്ചിങ് ഞങ്ങളുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട്. അതെ, അതായത് ഞങ്ങൾ ആക്ച്വലി അവിടെ ചെയ്ത എല്ലാ പരിപാടിയും പേഴ്സണൽ ടച്ച് ഉള്ള പരിപാടിയാണ്. അതിപ്പോ ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആര്യ മീറ്റ് ചെയ്യുന്നു, എന്റെ കണ്ണിലൂടെ ആര്യ എങ്ങനെയാണ് കാണുന്നത്, ഞങ്ങൾ ഫസ്റ്റ് മീറ്റ്. അതുപോലെ ആര്യ ചെയ്ത പെർഫോമൻസ് ആണെങ്കിലും ഖുഷി എങ്ങനെയാണ് എന്നെ ലൈഫിലോട്ട് കൊണ്ടുവന്ന, ഖുഷി ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ അപ്പൊ ഭയങ്കര ഇന്റിമേറ്റ് ലൈക്ക് എന്താ ക്ലോസ് പരിപാടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കണക്ട് ആയി. ഞങ്ങളെ അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇവരെല്ലാവരും, ഞങ്ങളെ പേഴ്സണലി അറിയാവുന്ന. അപ്പൊ എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് അവർക്ക് കണക്ട് ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ഇമോഷൻ. അപ്പൊ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു അത് ഫുൾ വീഡിയോ നമ്മൾ ഞങ്ങൾ എന്തായാലും പ്രോബബ്ലി നാളെ തന്നെ വേഗം ചെയ്യട്ടെ. നാളെ തന്നെ ഈ പ്രോഗ്രാം എസ്പെഷ്യലി മീഡിയാസിനും കൂടെ വേണ്ടി എന്നോട് അന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ അഭിയടുത്തൊക്കെ അവിടെ വെച്ച് പറഞ്ഞിരുന്നു ഒരു പരിപാടി നമ്മുടെ എല്ലാ പിള്ളേരും, നമ്മുടെ പിള്ളേരൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നമ്മുടെ മീഡിയാസിന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാം. നിങ്ങൾ തിരുവനന്തപുരത്ത് 6 വരെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഹൈദരാബാദ്, ചെന്നൈ വരെ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവരുടെ അഭിയോട് ചോദിച്ചാൽ അഭിയുടെ റൂം വരെ പോയി. കൊച്ചി, ചെന്നൈ. ഇന്നോ ബിഗ് ബോസ്. അപ്പൊ നിങ്ങൾ ഒന്നിക്കാനുള്ള ഒരു കാരണം ഖുഷിയായിരിക്കും എന്ന് പറയണ്ടായി ഇടയ്ക്ക്. അത് എന്തായിരുന്നു ശരിക്കും? മോള് പറഞ്ഞുകൊണ്ട് തന്നെയാണോ അങ്ങനെ ഒരു പറഞ്ഞത് കൊണ്ട്? അതായത് ഖുഷിക്ക് ആക്ച്വലി ഖുഷിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഖുഷിയുടെ അടുത്ത് ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഖുഷി ആർ യു ഓക്കെ എന്ന് വെച്ചപ്പോ ഖുഷി ഇമ്മീഡിയറ്റ്ലി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും ആലോചിച്ചില്ല, തംസപ്പ് കാണിച്ചത്. അതെന്ന് പറഞ്ഞാൽ ഷി വാണ്ടഡ് ദാറ്റ്. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ 2 പേരും കൂടി മുമ്പോട്ട്
ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. Thank you. ജീവിതത്തിൽ ഇനിയും ഇതേപോലെ ചിരിച്ചു തന്നെ ജീവിക്കട്ടെ. താങ്ക് യു ബോയ്സ്, താങ്ക് യു സോ മച്ച്. All the best. ഈ ഓരോ പരിപാടിക്ക് വിളിച്ച് ഞങ്ങളെ വിളിക്കാൻ ഉറപ്പായിട്ടും. ഇനിയിപ്പോ നമ്മുടെ അടുത്ത പരിപാടി 13-ാം തീയതി 12-ാം തീയതി അവന്റെ സിനിമ. അവന്റെ സിനിമ ഞങ്ങൾ കല്യാണം പക്ഷേ ഒന്ന് പറഞ്ഞു. എല്ലാരും ഉണ്ടാവില്ല. 12-ാം തീയതി നമ്മുടെ സിനിമ മിഡ്നൈറ്റ് മുള്ളക്കൊല്ലി കാണാൻ വരും. ഞാൻ എന്തായാലും ഉണ്ട്. എല്ലാരും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ശരിടാ boys. Bye, bye. ഹാപ്പി ഓണം. അത് കഴിഞ്ഞില്ലടാ. നിങ്ങളുടെ വിവാഹ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. അതിനേക്കായും രണ്ടിരട്ടിയാണ് റിസപ്ഷൻ ഉണ്ടായത്. എല്ലാരും വന്നിരുന്നോ? വിളിച്ച എല്ലാരും വന്നിരുന്നു. എങ്ങനെ? ഓൾമോസ്റ്റ് എല്ലാവരും സൗകര്യമുള്ളവരൊക്കെ വന്നു എന്നാ തോന്നുന്നത്. ബാക്കിയുള്ളവര് പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം വരാതിരുന്നവരൊക്കെ ഞങ്ങൾ മെസ്സേജ് അയച്ചു. അതെ തിരക്കിൽ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു. അതെ. ഓൾമോസ്റ്റ് എല്ലാരും വന്നിട്ടുണ്ട്. എവിടുന്നായിരുന്നു നിങ്ങളുടെ പ്രണയത്തിന്റെ അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ, യൂട്യൂബിലുണ്ട്. ആ അതെ, ചെന്നൈ എയർപോർട്ട്. ആണോ? ഇത് പ്രണയമൊന്നുമല്ല ബ്രോ, ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ് ആദ്യമേ. അദ്ദേഹത്തിന് തോന്നി നമ്മൾ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന്. അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എന്നോട് വളരെ ഓപ്പൺ ആയിട്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. എനിക്കും അത് നല്ലൊരു തോട്ടായിട്ട് തോന്നി. അപ്പൊ ഞങ്ങള് അപ്പൊ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഞങ്ങള് വർക്ക്ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയത്. എല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോ ഞങ്ങള് കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. സിബിന്റെ കോസ്റ്റ്യൂം ഒക്കെ എന്റെ കോസ്റ്റ്യൂം ഇത് ഡിസൈൻ ചെയ്തത് സ്റ്റിച്ച് ചെയ്ത് മെനിൻക്യൂ ആണ്. സിബിന്റെ ഓൾമോസ്റ്റ് എന്റെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് മെനിൻക്യൂ ആ. എന്റെ ഹിന്ദു വെഡിങ് സ്റ്റൈൽ ചെയ്തത് ശബരിയാണ്. അതെ, ഷബ്സിയാണ് ആര്യയുടെ എല്ലാ സ്റ്റൈലും. സാരി എല്ലാം സ്വന്തം നമ്മുടെ ബ്രാൻഡ് തന്നെയാണ്. കാഞ്ചീവരം. പിന്നെ നമ്മുടെ മുണ്ടും കാഞ്ചീവരം. ആക്ച്വലി സിബിന്റെ കല്യാണ മുണ്ടും കാഞ്ചീവരം ആണ്. അപ്പൊ നമ്മള് സിബിനില് കൂടെ കല്യാണ ചെക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള മുണ്ട് കാഞ്ചീവരത്തിൽ ലോഞ്ച് ചെയ്യുവാണ്. പട്ടിന്റെ മുണ്ട്. അതിന്റെ ഒരു ലോഞ്ചും കൂടി ആയിട്ടാണ് അത് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ ലോഞ്ച് ചെയ്തത്. പിന്നെ സിബിന്റെ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസും മെഹന്തി, ഞങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ മെഹന്തി നൈറ്റ് നടന്ന ഒരു കേരള തീം ഉണ്ടായിരുന്നു. അത് മാത്രം ലാംസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കാണ് ചെയ്തത്. ബാക്കി എല്ലാ ചെയ്തിരിക്കുന്നത് മെനിൻക്യൂ ആണ്. അതെ, ഇക്ക തന്നെയാണ്. എന്തോ ഹണിമൂണിന്റെ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഹണിമൂണിന് ഇനി പോവാൻ സമയം സിബിനില് കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? സിബിൻ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സിബിന് അതിന് സെൽഫ്ലെസ് അതായത് മറ്റുള്ളവരുടെ കാര്യം ആദ്യം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം കാര്യം. സോ ഹി പുട്ട്സ് അതർ പീപ്പിൾ ഫസ്റ്റ്. എന്ത് തന്നെയാണെങ്കിലും അവന്റെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും, അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കാറുള്ളൂ. ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെയല്ല. എടാ, ഞാൻ പറയുമ്പോ നീ എന്താണ് ഇന്റർഫിയർ ചെയ്യണം? ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറയുന്നത് എല്ലാരും തല തിരിച്ചെടുത്തിട്ട് നിന്നെ തേച്ചൊട്ടിക്കും. റിസപ്ഷൻ സ്റ്റേജില് ആര്യനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്നെ പോലുള്ള ഒരു ആളെ എനിക്ക് കാണാൻ പറ്റിയ സ്റ്റേറ്റ്മെന്റ്. അത് എങ്ങനെയാ, അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു മെയിൽ പകർപ്പാണ് സിബിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും എന്നെ കുറെ ട്രോളിങ് നിന്റെ വിചാരം ഇതിന് വെറുതെ വിടുമെന്നാണ്? അല്ല, ഇത് അങ്ങനെയല്ല. എന്നാലും ഞങ്ങൾ ആക്ച്വലി സ്വയം ബലിയാടുകളാകാൻ ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ നയിക്കാൻ പിടിച്ച് നിന്നിരുന്നു. അങ്ങനെയല്ല, അവർ ചോദിക്കട്ടെ, അത് കുഴപ്പമില്ല. നല്ല ഭക്ഷണമായിരുന്നു. നീ ആരെന്നൊക്കെ കാശ് മേടിച്ചത് ഈ പറയണം. എന്നിട്ട് ഇവൻ ഈ ക്ലിപ്പ് ഇടുമ്പോ ഇവൻ റോയൽ കേറ്റേഴ്സിനെ നീ കൊളാബിടില്ലടാ, ഇടണം കേട്ടാ, നീ ഇടണം. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാം. ഇക്കഥാ നിൽക്കുന്നുണ്ട്. റോയൽ കേറ്ററിംഗ് ആണ്, ഇക്കയാണ് നമ്മുടെ കേറ്ററിംഗ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. കാഞ്ചീവരത്തിലെ അതിലും വില കൂടിയ സാരി ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ആര്യ എടുത്തത്. കറക്റ്റ്. That's the point. വിവാഹം കഴിക്കാൻ പോയെന്നുള്ള ആദ്യം ആരോടാണ് ഞാൻ പറഞ്ഞത്? മോളോട്. മോളെന്താണ് പറഞ്ഞത്? അതല്ലേ കെട്ടിയത്. എന്തിനാ വൈകിക്കുന്നത്? പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞു. അവള് ഹാപ്പി ആയിരുന്നു. അപ്പൊ അതിലേ
കഴിഞ്ഞില്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സ്ഥലത്തും വെച്ച് പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് വന്നതിന് ഒത്തിരി താങ്ക് യു. ചുരുക്കി പറഞ്ഞ ഈ ഒരു ഇവന്റ് നടത്തിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെയും കൂടെ ഇവന്റ് കാരണം ഞങ്ങളെ മറ്റു കല്യാണം ഞങ്ങൾ വളരെ ഇന്റിമേറ്റ് ആയിട്ട് നടത്തിയത് കൊണ്ട് നിങ്ങളെ ആരെയും കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഈ ഒരു ഇവന്റ് ഞങ്ങൾ ചെയ്തത് മെയിൻ ആയിട്ട്. ആര്യയുടെ ഒരു റിയാലിറ്റി ഷോ ഓൺ ആയിട്ടുണ്ടല്ലേ? അതെ, റിയാലിറ്റി ഷോ അല്ല, TV ഷോ ആണ്. ഫൺ ബേബി ഫൺ. സിബിന്റെ എന്നെ അടിച്ചു കയറി വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും നേരെ സൂര്യ TV പോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഷോ കാറിലങ്ങ് പോയാൽ മതി. അല്ല, അത് രണ്ട് ഷോ ആണ്. 2 സ്ഥലത്താണ് ഷൂട്ട്. 2 സ്ഥലത്താണ് ഷൂട്ട്. ഈ ഭാവിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോയിൽ വരട്ടെ. ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൗൺസേഴ്സ് ഞാൻ അടിപൊളിയാണ്. പറയട്ടെ, ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാണ്. അവര് അറ്റൻഡ് ചെയ്ത ചെറിയ സെലിബ്രിറ്റികളുടെ ആൾക്കാരെയും ഞങ്ങൾ ഹൈ റേഞ്ച് ആൾക്കാർ. സത്യം. ഹൃദയങ്ങൾ വലിയവരാ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. സൈസ്